ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരുതി. ആദീസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. അപ്പോൾ അതിനായി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം പീസിൻ്റെ അളവുകളെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിരിക്കണം. ചെറുതോ വലുതോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വേണം എടുക്കാനായിട്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചത് ചേർക്കുന്നുണ്ട്. അതിനകത്ത് ഇഞ്ചി കുറച്ച് മതി, പക്ഷേ വെളുത്തുള്ളി കുറച്ച് അധികം നല്ല തോലെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കാനായിട്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണം നന്നായിട്ട് മുന്നിട്ട് നിൽക്കാൻ. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് എരിയുള്ള മുളക് പൊടിയാണ്, വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. കാരണം ഇതിന് എരി ഒരുപാട് മുൻപിട്ട് നിന്നാലും നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ, അപ്പം നമുക്ക് അത്രയങ്ങ് ശരിയാവത്തില്ല. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പം അതും ഒരു 1/2 ടീസ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 മുട്ടയാണ്. അപ്പം അതും കൂടെ 2 എണ്ണം നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരത്തക്ക വിധത്തിൽ കൈവച്ച് തന്നെ നന്നായി കൂട്ടി നല്ല തിരുമ്മി യോജിപ്പിക്കുക. ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മൈദമാവാണ് കേട്ടോ. അപ്പം അതൊരു 2-3 സ്പൂൺ വരത്തക്ക വിധത്തിൽ അതും കൂടി അതിൻ്റെ മുകളിലേക്ക് തൂവിയിട്ട് അതും കൂടെ ചേർത്ത് ചിക്കൻ നല്ലതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ച് തിരുമ്മി വയ്ക്കുക. ചിക്കനിലെല്ലാം നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനി നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ ആ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി വറുത്തെടുക്കണ്ടേ, അപ്പം നമുക്ക് വറുക്കാനായിട്ട് പോവാം. നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മൈദമാവ് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം മൈദമാവ് അങ്ങോട്ട് എടുക്കാം. ആ മാവിലേക്ക് നമ്മളെ മസാലയെല്ലാം ചേർത്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ ഓരോ പീസായിട്ട് ഇട്ട് നന്നായിട്ട് അതിനകത്തൊന്ന് പിടിപ്പിച്ച് ഒന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ. കുടഞ്ഞില്ലെങ്കിൽ ആ മാവ് മുഴുവനും എണ്ണയിൽ വീണ്ടും കരിയാൻ സാധ്യതയുണ്ട്. ശേഷം നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ച് അതിനകത്ത് നമ്മൾ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന ഓരോ പീസും മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വേണം ഓയിൽ ഒഴിക്കേണ്ടത്. അതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുമ്പോൾ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ അത് നമുക്ക് കുറച്ച് എണ്ണ മതിയാവും. പക്ഷേ നമ്മൾ വലിയ കഷ്ണങ്ങൾ ഇടുമ്പോൾ അത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ എണ്ണ ഒഴിക്കണം കേട്ടോ. കാരണം ഇത് വറുത്താണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ തിളച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് മാവിൽ മുക്കി വെച്ചിരിക്കുന്ന പീസുകൾ ഓരോന്നായിട്ട് നമുക്ക് ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്റ്റവിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിത് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടേ നമ്മളിത് വറുത്തെടുക്കാവൂ. കാരണം ഇത് നമുക്ക് വേവണം. ചിക്കൻ നന്നായിട്ട് വെന്തലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാവുള്ളൂ കേട്ടോ. ചിക്കൻ വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ സമയമെടുക്കും കേട്ടോ. അപ്പം വളരെ നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ചിക്കൻ നന്നായിട്ട് വറുത്ത് നമുക്ക് കോരിയെടുക്കാനുള്ള സമയമായി. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ഒരു സെറ്റ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഹെൽത്തി ആയിട്ടുമുള്ള ഫ്രൈഡ് ചിക്കൻ നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിരിക്കുകയാണ്. പുറമേ നിന്നും നമ്മൾ വാങ്ങുന്ന ഫ്രൈഡ് ചിക്കൻ്റെ വില നിങ്ങൾക്കറിയാം. ഒരു 5 പീസൊക്കെ എടുത്താണ് അവർ 600-700 രൂപയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് അത് എപ്പോഴും മേടിക്കാനും ഒന്നും പറ്റാറില്ല. പക്ഷേ ഇത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയറ് നിറച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുവാവയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുഞ്ഞുവാവ കണ്ടോ ഫ്രൈഡ് ചിക്കൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി ഒരു പുതിയ വ്ലോഗിൽ കാണാം.